നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ദുബായിൽ പൈതൃക കെട്ടിടങ്ങൾ സംരക്ഷിക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ കൂടി പുനഃസ്ഥാപിക്കുന്നു. നേരത്തെ ആരംഭിച്ച പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകിയതോടെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതോടെ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കെട്ടിടങ്ങളുടെ എണ്ണം ആകെ 807 ആകും. ആദ്യഘട്ടത്തിൽ 17 പുരാവസ്തു മേഖലകൾ, 14 ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, 741 കെട്ടിടങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. ദുബായ് മീഡിയ ഓഫീസ് കഴിഞ്ഞ ഞായറാഴ്ച പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് പദ്ധതിയുടെ പുതിയ ഘട്ടം സംബന്ധിച്ച് വെളിപ്പെടുത്തലുണ്ടായത്. ദുബായിലെ ക്ലോക്ക് ടവർ, പഴയ ദുബായ് എയർപോർട്ട് ടെർമിനൽ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദുബായിലെ ഏറ്റവും പഴക്കമേറിയ കെട്ടിടമായ അൽ ഫഹീദി കോട്ടയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഷെയ്ഖ് ഹംദാൻ വിലയിരുത്തൽ നടത്തിയിരുന്നു. മുതലകൾക്ക് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനുമായി ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ കൂടൊരുക്കൽ സീസൺ പ്രഖ്യാപിച്ചു. പാർക്കിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ നൈൽ മുതലകൾ മുട്ടയിടുന്ന ശ്രദ്ധേയമായ സമയമാണ് ഇത്. ഇങ്ങനെ മുതലകൾ ഇടുന്ന മുട്ടകൾ പാർക്കിലെ വിദഗ്ധർ ശേഖരിക്കും. തുടർന്ന് ഇതിൻ്റെ താപനില, വലിപ്പം, തോടിൻ്റെ ഗുണനിലവാരം തുടങ്ങിയവ രേഖപ്പെടുത്താൻ ഓരോ കൂടും സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതുവഴി മുതലകളുടെ ആരോഗ്യത്തെക്കുറിച്ചും അവയുടെ എണ്ണത്തെക്കുറിച്ചും അപൂർവമായ വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിക്കും. ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി ക്യൂറേറ്റർമാരുടെ സംഘം പെൺമുതലകളെ നിരീക്ഷിക്കുകയും കൂടുകൾ പരിശോധിച്ച് മുട്ടകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. 2.5 പതിറ്റാണ്ട് കാലത്തെ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാളം ന്യൂസ് ലേഖകനും ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം മുൻ പ്രസിഡന്റുമായിരുന്ന PM മായിൻകുട്ടിക്ക് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് സാദിഖ് അലി തുവൂർ ആദരവ് ഫലകവും വൈസ് പ്രസിഡന്റ് ജാഫർ അലി പാലക്കോട് സ്നേഹോപഹാരവും കൈമാറി. ഹസൻ ചെറുപ്പ, ജലീൽ കണ്ണമംഗലം, കബീർ കൊണ്ടോട്ടി, ഗഫൂർ കൊണ്ടോട്ടി, ബിജു രാമന്തളി, ഇബ്രാഹിം ഷംനാട്, നാസർ കരുളായി, ഗഫൂർ മമ്പുറം എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തനം എന്നത് കേവലം ഒരു ജോലി എന്നതിനപ്പുറം ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണെന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ചയാളാണ് PM മായിൻകുട്ടിയെന്നും ഫോറത്തിന് നൽകിയ പിന്തുണയും പുതുതായി മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് അദ്ദേഹം നൽകിയ പ്രോത്സാഹനവും പരിശീലനവുമെല്ലാം സംസാരിച്ചവർ പ്രത്യേകം എടുത്തു പറഞ്ഞു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati radio news@gmail.com. സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും ഇതേ സമയം.